ഇന്ത്യയിലുടനീളം ദശലക്ഷക്കണക്കിന് ആളുകളെ ഒരു കാലത്ത് ബന്ധിപ്പിച്ചിരുന്ന ഒരു ടെലികോം ഭീമന്റെ ഉയർച്ച, വെല്ലുവിളികൾ, ഇൻസ്പയറിംഗ് കംബാക്ക് എന്നിവയിലൂടെയുള്ള ഒരു യാത്ര. അചഞ്ചലമായ ദൃഢനിശ്ചയം, സർക്കാരിന്റെ ഉറച്ച പിന്തുണ, സൃഷ്ടിപരമായ സമീപനങ്ങൾ എന്നിവ വ്യവസായത്തിലെ ഒരു മുൻനിര കമ്പനിയുടെ ഭാവിയെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് മനസ്സിലാക്കുക. കഠിനമായ വെല്ലുവിളികളെ നേരിടുമ്പോഴും മാറ്റത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും പുതുമയുള്ള പ്രതീക്ഷയുടെയും ഈ ശ്രദ്ധേയമായ കഥ പരിവേഷണം ചെയ്യുമ്പോൾ എന്നോടൊപ്പം ചേരൂ. ഹലോ എവരിവൺ, ഐ എം രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ കഥ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കമ്പനി ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അഥവാ BSNL ആണ്. അതിന്റെ ഭൂതകാലത്തെക്കുറിച്ചും അതിന്റെ പോരാട്ടങ്ങളെക്കുറിച്ചും ഭാവിയിലേക്കുള്ള പ്രതീക്ഷയെക്കുറിച്ചും ഞാൻ സംസാരിക്കും. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു പേരാണ് BSNL. ആശയവിനിമയത്തിലും ഡിജിറ്റൽ സേവനങ്ങളിലും രാജ്യത്തിന്റെ വളർച്ചയുടെ ഭാഗമായിരുന്നു ഇത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം സർവീസസിന്റെ വിശാലമായ ഒരു ശൃംഖല ഏറ്റെടുത്തുകൊണ്ടാണ് കമ്പനി ആരംഭിച്ചത്. ഈ പാരമ്പര്യം BSNLന് ശക്തമായ തുടക്കം നൽകി. ഈ നെറ്റ്വർക്കിലൂടെ BSNL ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി. ഇത് ടെലിഫോൺ, മൊബൈൽ, ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകി. നിരവധി ഗ്രാമപ്രദേശങ്ങളെയും നഗരപ്രദേശങ്ങളെയും ബന്ധിപ്പിക്കാൻ BSNL സഹായിച്ചു. ഇന്ത്യയിൽ ആശയവിനിമയം സാധ്യമാക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഈ കഥ ഒരു കമ്പനിയെക്കുറിച്ചല്ല, മാറ്റത്തെയും പ്രതീക്ഷയെയും കുറിച്ചുള്ളതാണ്. പ്രയാസകരമായ സമയങ്ങളിൽ പോലും സുഖം പ്രാപിക്കാനുള്ള അവസരമുണ്ടെന്ന് ഇത് കാണിക്കുന്നു. 2000 ഒക്ടോബർ 1 BSNL അതിന്റെ യാത്ര ആരംഭിച്ചു. ആദ്യ വർഷങ്ങളിൽ കമ്പനി അതിന്റെ ലാൻഡ് ലൈൻ, മൊബൈൽ നെറ്റ്വർക്കുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യയിലുടനീളം ശക്തമായ ഒരു അടിസ്ഥാന സൗകര്യം അവർ നിർമ്മിച്ചു. BSNL ആശയവിനിമയ സേവനങ്ങളുടെ ഒരു വിശ്വസനീയ ദാതാവായി മാറി. വിദൂര ഗ്രാമങ്ങളിലും വലിയ നഗരങ്ങളിലും കമ്പനി ഒരുപോലെ എത്തി. എല്ലാ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് ഇത് ഉറപ്പാക്കി. യൂണിവേഴ്സൽ സർവീസിനോടുള്ള പ്രതിബദ്ധതയോടെ BSNL ഡിജിറ്റൽ വിടവ് നികത്തി. ദശലക്ഷക്കണക്കിന് വീടുകളെയും ബിസിനസ്സുകളെയും അതിന്റെ ശ്രമങ്ങൾ ബന്ധിപ്പിച്ചു. രൂപീകരണ വർഷങ്ങളിൽ BSNLന് പല മേഖലകളിലും കുത്തകാവകാശം ഉണ്ടായിരുന്നു. ഡൽഹിയിലും മുംബൈയിലും MTNLനൊപ്പം ലാൻഡ് ലൈൻ സേവനങ്ങളിലും അവർ നേതൃത്വം നൽകി. കമ്പനി ശക്തമായ വരുമാനവും സ്ഥിരമായ വളർച്ചയും ആസ്വദിച്ചു. അതിന്റെ വിപുലമായ ശൃംഖല ഇന്ത്യയുടെ ആദ്യകാല ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ ഒരു അനിവാര്യ ഘടകമാക്കി മാറ്റി. BSNL ഒരു ടെലികോം ദാതാവ് മാത്രമായിരുന്നില്ല, അത് പുരോഗതിയുടെ പ്രതീകമായിരുന്നു. പലരും അതിനെ പ്രതീക്ഷയുടെയും വികസനത്തിന്റെയും അടയാളമായി കണ്ടു. കമ്പനിയുടെ ശ്രദ്ധ വിശ്വാസ്യതയിലും സേവനത്തിലുമായിരുന്നു. എത്തിച്ചേരാൻ പ്രയാസമുള്ള മേഖലകളിൽ പോലും കവറേജ് നിലനിർത്താൻ അവർ കഠിനമായി പരിശ്രമിച്ചു. ആ ആദ്യകാലങ്ങളിൽ ആശയവിനിമയത്തിൽ BSNL ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നു. രാജ്യത്തെ ബന്ധിപ്പിക്കുന്നതിൽ അത് നിർണായക പങ്ക് വഹിച്ചു. ഗുണനിലവാരമുള്ള സേവനത്തിന് കമ്പനി പ്രശസ്തി നേടി. അതിന്റെ ലാൻഡ് ലൈൻ നെറ്റ്വർക്ക് ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷന്റെ നട്ടെല്ലായി മാറി. ശക്തമായ കാഴ്ചപ്പാടും കഠിനാധ്വാനവും ഒരു രാജ്യത്തിന്റെ ആശയവിനിമയ ഭൂപ്രകൃതിയെ എങ്ങനെ മാറ്റുമെന്ന് അതിന്റെ തുടക്കത്തിന്റെ കഥ കാണിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ടെലികോം വിപണി പെട്ടെന്ന് മാറി. സ്വകാര്യ കമ്പനികൾ രംഗപ്രവേശം ചെയ്തു. അവർ പുതിയ ആശയങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും കൊണ്ടുവന്നു. ഈ കമ്പനികൾ കുറഞ്ഞ വിലയും ആകർഷകമായ പ്ലാനുകളും വാഗ്ദാനം ചെയ്തു. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ തുടങ്ങിയ പേരുകളിൽ നിന്ന് BSNL കടുത്ത മത്സരം നേരിട്ടു. ഈ മത്സരം BSNLനെ സാരമായി ബാധിച്ചു. കമ്പനിക്ക് വില കുറയ്ക്കേണ്ടി വന്നു. ഉപയോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം കുത്തനെ ഇടിഞ്ഞു. വർഷങ്ങളായി BSNLന്റെ വിപണി വിഹിതം വളരെയധികം കുറഞ്ഞു. ഒരു ലീഡർ എന്ന നിലയിൽ നിന്ന് നിരവധി വെല്ലുവിളികളെ നേരിടുന്നതിലേക്ക് അവർ മാറി. BSNLും പഴയ സംവിധാനങ്ങളുമായി പൊരുതുകയായിരുന്നു. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കാലഹരണപ്പെട്ടു. പുതിയ മൊബൈൽ സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെടാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല. കാലതാമസവും ഉദ്യോഗസ്ഥ പ്രശ്നങ്ങളും പുരോഗതിയെ മന്ദഗതിയിലാക്കി. ഉയർന്ന ജീവനക്കാരുടെ ചെലവ് BSNLനെയും ഭാരപ്പെടുത്തി. ഈ ചെലവുകൾ ചിലപ്പോൾ അതിന്റെ ചെലവിന്റെ പകുതിയിലധികവും ഉണ്ടാക്കി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കമ്പനിക്ക് നിരവധി വരിക്കാരെ നഷ്ടപ്പെട്ടു. ഇടിവ് വ്യക്തമായിരുന്നു. നിരവധി വർഷങ്ങളായി BSNL തുടർച്ചയായ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിട്ടു. ഈ നഷ്ടങ്ങൾ ആഴത്തിലുള്ള പ്രശ്നത്തിന്റെ സൂചനയായിരുന്നു. ഒരു സാമ്പത്തിക വർഷാവസാനത്തോടെ കമ്പനി ആയിരക്കണക്കിന് കോടി രൂപയുടെ നെറ്റ് ലോസ് രേഖപ്പെടുത്തി. വരുമാനത്തിലുണ്ടായ ഇടിവും വരിക്കാരുടെ നഷ്ടവും ഒരു നെഗറ്റീവ് ചക്രത്തിലേക്ക് നയിച്ചു. മതിയായ ഫണ്ടില്ലാതെ BSNLന് അതിന്റെ നെറ്റ്വർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നിക്ഷേപത്തിന്റെ അഭാവം ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കി. ഈ സാഹചര്യം കമ്പനിയുടെ പ്രശസ്തിയെ ബാധിച്ചു. അത് പോരാട്ടത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും സമയമായിരുന്നു. ഒരു കാലത്ത് പുരോഗതിയുടെ തിളക്കമായിരുന്ന ഉദാഹരണമായിരുന്ന BSNL ഇപ്പോൾ ഒരു ദുഷ്കരമായ ഘട്ടത്തിലായിരുന്നു. വെല്ലുവിളികൾ നിരവധിയായിരുന്നു. ആധുനിക എതിരാളികളെയും സ്വന്തം പഴയ സംവിധാനങ്ങളെയും
കമ്പനി നേരിടേണ്ടി വന്നു. പല മേഖലകളിലും ഇത് കഠിനമായ പോരാട്ടമായിരുന്നു. മാറ്റം ബിസിനസ്സിലെ ഏറ്റവും വലിയ പേരുകളെ പോലും എത്ര വേഗത്തിൽ തടസ്സപ്പെടുത്തുമെന്നതിന്റെ ഒരു പാഠമാണ് BSNLന്റെ തകർച്ച. ഈ ദുഷ്കരമായ സമയങ്ങൾ BSNLന് വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിച്ചു. പുതുക്കലിനും മികച്ച തന്ത്രങ്ങൾക്കും വേണ്ടിയുള്ള ആഹ്വാനങ്ങൾക്ക് അവ പ്രചോദനമായി. അതിജീവനത്തിന് മാറ്റം അനിവാര്യമായി. BSNLന്റെ പോരാട്ടം സർക്കാർ കണ്ടു. രാജ്യത്തിന് കമ്പനി പ്രധാനമാണെന്ന് അവർക്കറിയാമായിരുന്നു. സ്വകാര്യ കമ്പനികൾ എത്തിപ്പെടാത്ത മേഖലകളിൽ BSNL സേവനം നൽകി. സഹായിക്കാൻ സർക്കാർ ഇടപെട്ടു. 2019 ഒക്ടോബറിൽ ഒരു പുനരുജ്ജീവന പാക്കേജ് അംഗീകരിച്ചു. ചെലവ് കുറയ്ക്കുന്നതിനും നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഈ പാക്കേജ് ലക്ഷ്യമിട്ടു. ഒരു നടപടി സ്വമേധയാ വിരമിക്കൽ പദ്ധതിയായിരുന്നു. ഇത് ജീവനക്കാരുടെ ചെലവ് കുറയ്ക്കാൻ സഹായിച്ചു. തുടർന്ന് കടം പുനഃക്രമീകരണം ചെയ്തു. BSNLന്റെ കടബാധ്യത ലഘൂകരിക്കാൻ സർക്കാർ സോവറിൻ ഗ്യാരണ്ടി ബോണ്ടുകൾ ഉപയോഗിച്ചു. 4G സേവനങ്ങൾക്കായി കമ്പനിക്ക് സ്പെക്ട്രവും നൽകി. ഈ നീക്കം നിർണായകമായിരുന്നു. BSNLന്റെ സാങ്കേതിക വിദ്യ നവീകരിക്കാൻ ഇത് അനുവദിച്ചു. ആസ്തി ധനസമ്പാദനം മറ്റൊരു ഘട്ടമായിരുന്നു. BSNLന്റെയും MTNLന്റെയും കോർ നോൺ കോർ ആസ്തികൾ ഫണ്ട് സ്വരൂപിക്കാൻ ഉപയോഗിച്ചു. MTNLുമായി ലയിപ്പിക്കുന്നതിനുള്ള അംഗീകാരവും പാക്കേജിൽ ഉണ്ടായിരുന്നു. ഇത് ടീം വർക്ക് സൃഷ്ടിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 2022 ജൂലൈയിൽ മറ്റൊരു പുനരുജ്ജീവന പാക്കേജ് അവതരിപ്പിച്ചു. 1.64 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ഈ പാക്കേജ് സേവനങ്ങൾ നവീകരിക്കുന്നതിലും കടം കൈകാര്യം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫൈബർ നെറ്റ്വർക്ക് വികസിപ്പിക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമായിരുന്നു. ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ലിമിറ്റഡുമായുള്ള ലയനം ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇത് BSNLന്റെ അതിവേഗ ബ്രോഡ്ബാൻഡ് സേവനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. തുടർന്ന് 2023 ജൂണിൽ മറ്റൊരു പാക്കേജിന് അംഗീകാരം ലഭിച്ചു. ഈ പാക്കേജിന് 89,000 കോടി രൂപയിലധികം വില വരും. ഇത് BSNLന്റെ അംഗീകൃത മൂലധനം വർദ്ധിപ്പിച്ചു. ഏറ്റവും പ്രധാനമായി ആധുനിക മൊബൈൽ സേവനങ്ങൾക്കായി ഇത് സ്പെക്ട്രം നൽകി. 700 MHz, 3300 MHz, 2500 MHz, 26 GHz തുടങ്ങിയ ബാൻഡുകൾ അവതരിപ്പിച്ചു. ഈ ബാൻഡുകൾ BSNLന്റെ നെറ്റ്വർക്ക് നവീകരിക്കുന്നതിൽ നിർണായകമായിരുന്നു. ഭാവിയിലെ 5G വിക്ഷേപണത്തിനും അവ വേദിയൊരുക്കി. ഈ സർക്കാർ ഇടപെടലുകൾ നിർണായകമായിരുന്നു. BSNLന് ഒരു വഴിത്തിരിവിന് അവ തുടക്കം കുറിച്ചു. ഈ നടപടികൾ സർക്കാരിന്റെ ശക്തമായ പ്രതിബദ്ധത കാണിച്ചു. BSNLനെ പുനരുജ്ജീവിപ്പിക്കാനും ഇന്ത്യയിലെ ഒരു മുൻനിര ടെലികോം ദാതാവ് എന്ന പദവി പുനഃസ്ഥാപിക്കാനും അവർ ലക്ഷ്യമിട്ടു. ഈ പിന്തുണ സമയബന്ധിതവും ആവശ്യവുമായിരുന്നു. ആ സംരംഭം പുതിയ പ്രതീക്ഷയ്ക്കും മാറ്റത്തിനും കാരണമായി. BSNLന് സമീപകാല ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ കമ്പനി ചരിത്രപരമായ ലാഭം നേടി. 262 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. 2007 ശേഷം ലാഭത്തിലേക്കുള്ള ആദ്യ തിരിച്ചുവരവ്. മൊബിലിറ്റി സേവനങ്ങൾ വരുമാനത്തിൽ 15% വർധനവ് കാണിച്ചു. കമ്പനിയുടെ ഫൈബർ ടു ദി ഹോം വിഭാഗം 18% വളർച്ച നേടി. ലീസ്ഡ് ലൈൻ സേവനങ്ങളും 14% വർദ്ധിച്ചു. BSNLന്റെ തന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ നേട്ടങ്ങൾ സൂചിപ്പിക്കുന്നു. കമ്പനി പതുക്കെ ശക്തി വീണ്ടെടുക്കുന്നു. കഴിഞ്ഞ പാദങ്ങളിൽ BSNLന്റെ വരുമാനം മെച്ചപ്പെട്ടു. ഒരു പാദത്തിൽ മൊത്തം വരുമാനം ഏകദേശം 5,000 കോടി രൂപയിലെത്തി. 9 മാസ കാലയളവിൽ മൊത്തത്തിലുള്ള വരുമാനം 15,600 കോടി രൂപയിൽ അധികമായി. കമ്പനി പോസിറ്റീവ് പാതയിലാണെന്ന് ഇത്തരം സംഖ്യകൾ കാണിക്കുന്നു. ചെലവ് കുറയ്ക്കാൻ BSNL കഠിനമായി പരിശ്രമിച്ചു. നെറ്റ്വർക്ക് പ്രവർത്തന ചെലവുകളും ജീവനക്കാരുടെ ആനുകൂല്യ ചെലവുകളും ഇത് കുറച്ചു. ഈ ചെലവ് ചുരുക്കൽ നടപടികൾ EBITDA, അതായത് ഏണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സസ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. നഷ്ടങ്ങളിലെ കുറവ് ഗണ്യമായി വർദ്ധിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് നഷ്ടം 1,800 കോടി രൂപയിലധികം കുറഞ്ഞു. ഈ സാമ്പത്തിക വഴിത്തിരിവ് ഒരു പ്രതീക്ഷ നൽകുന്ന സൂചനയാണ്. ഇന്ന് ഇന്ത്യയിലെ 4ാമത്തെ വലിയ മൊബൈൽ ഓപ്പറേറ്ററായി BSNL നിലകൊള്ളുന്നു. ഏകദേശം 85.77 ദശലക്ഷം വരിക്കാരുണ്ട്. രാജ്യത്തുടനീളമുള്ള 22 ടെലികോം സർക്കിളുകളിലും കമ്പനി സേവനം നൽകുന്നു. ഇന്ത്യയിലുടനീളം അതിന്റെ സാന്നിധ്യം ഒരു പ്രധാന ശക്തിയാണ്. BSNL അതിന്റെ ഓഫറുകൾ വൈവിധ്യവൽക്കരിക്കുന്നത് തുടർന്നു. ഫിക്സഡ് ലൈൻ, ബ്രോഡ്ബാൻഡ്, മൊബൈൽ സേവനങ്ങൾ എന്നിവ ഇത് നൽകുന്നു. സൗജന്യ ഇൻകമിംഗ് റോമിംഗ് വാഗ്ദാനം ചെയ്യുന്നതിലും കമ്പനി ഒരു മുൻനിരക്കാരനായിരുന്നു. നാഷണൽ വൈഫൈ റോമിംഗ്, BTV, IFTV എന്നിവ സമീപകാല ഡിജിറ്റൽ നവീകരണങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ മെച്ചപ്പെടുത്തലുകളെല്ലാം BSNLന്റെ വീണ്ടെടുക്കലിന് കാരണമായി. കമ്പനിക്ക് ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണെന്ന് അവ കാണിക്കുന്നു. ഈ ഫലങ്ങൾ ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നു. സമീപകാല ലാഭവും സ്ഥിരമായ വരുമാന വളർച്ചയും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ടെലികോം ലോകത്ത് പൊരുത്തപ്പെടാനും മത്സരിക്കാനുമുള്ള BSNLന്റെ കഴിവിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പുരോഗതി ദൃശ്യമാണ്. ഓരോ നേട്ടവും ശോഭനമായ ഭാവിയിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പാണ്.
ഭാവിയിലേക്ക് നോക്കുമ്പോൾ BSNL തങ്ങളുടെ നെറ്റ്വർക്ക് കൂടുതൽ ആധുനികവൽക്കരിക്കാനാണ് പദ്ധതിയിടുന്നത്. കമ്പനി പുതിയ സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും നിക്ഷേപം നടത്തുന്നു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 4G നെറ്റ്വർക്ക് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി. 5G സേവനങ്ങൾ ഉടൻ ആരംഭിക്കാനും BSNLന് പദ്ധതിയുണ്ട്. മത്സരക്ഷമത നിലനിർത്തുന്നതിന് ഈ മെച്ചപ്പെടുത്തലുകൾ പ്രധാനമാണ്. കമ്പനി ഏകദേശം 1 ലക്ഷം പുതിയ 4G സൈറ്റുകൾ സ്ഥാപിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് വികസിപ്പിക്കുകയും ചെയ്യുന്നു. മികച്ച ഡിജിറ്റൽ മൂല്യവർദ്ധിത സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്നതാണ് BSNL ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും വേഗതയേറിയതും വിശ്വസനീയവുമായ കണക്ടിവിറ്റി നൽകുക എന്നതാണ് ലക്ഷ്യം. BSNLന്റെ ഭാവി ബുദ്ധിപരമായ തന്ത്രങ്ങളെയും ശ്രദ്ധാപൂർവമായ ചെലവ് മാനേജ്മെന്റിനെയും ആശ്രയിച്ചിരിക്കുന്നു. തുടർച്ചയായ സർക്കാർ പിന്തുണ അത്യന്താപേക്ഷിതമായിരിക്കും. പുനരുജ്ജീവന പാക്കേജുകൾ BSNLന് ഒരു പുതിയ തുടക്കം നൽകി. പഴയ സ്ഥാപനങ്ങൾക്ക് പോലും മാറ്റം സാധ്യമാണെന്ന് അവ കാണിച്ചു തന്നു. കമ്പനി ഇപ്പോൾ ശോഭനവും എന്നാൽ വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു പാതയെ അഭിമുഖീകരിക്കുന്നു. അത് തുടർച്ചയായി നവീകരിക്കുകയും ചെലവുകൾ കൈകാര്യം ചെയ്യുകയും വേണം. മുൻകാല പോരാട്ടങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ അതിന്റെ പുതിയ ദിശയെ നയിക്കുന്നു. BSNLന്റെ യാത്ര ഉയർച്ച താഴ്ചകളുടെ കഥയാണ്. ശക്തമായ വളർച്ചയോടെ ആരംഭിച്ച ഇത് പിന്നീട് ആഴത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടു. ദുഷ്കരമായ കാലഘട്ടം കമ്പനിയെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിപ്പിച്ചു. സർക്കാർ സഹായത്തോടെയും പുതുക്കിയ ശ്രദ്ധയോടെയും BSNL ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ സമീപകാല ലാഭം പ്രതീക്ഷയുടെ അടയാളമാണ്. കമ്പനി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ സേവിക്കുന്നത് തുടരുന്നു. ദൃഢനിശ്ചയത്തോടെയും ദർശനത്തോടെയും ഭാവിയിലെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ BSNL തയ്യാറാണ്. പ്രതിരോധശേഷിയും പിന്തുണയും പുതുക്കലിലേക്ക് നയിക്കുമെന്ന് അതിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുന്നോട്ടുള്ള പാത നീണ്ടതാണ്, പക്ഷേ പുരോഗതി കൺമുമ്പിലാണ്. മുന്നോട്ടുള്ള ഓരോ ചുവടും ഒരു വിജയമാണ്. സ്ഥിരോത്സാഹത്തിന് നിരവധി തടസ്സങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന് BSNLന്റെ യാത്ര നമ്മെ പഠിപ്പിക്കുന്നു. ശ്രദ്ധാപൂർവമായ ആസൂത്രണവും ശക്തമായ പിന്തുണയും ഉണ്ടെങ്കിൽ ഭാവി വാഗ്ദാനങ്ങൾ നൽകുന്നു. കമ്പനിയുടെ ദർശനവും സമർപ്പണവും മുന്നോട്ടുള്ള വഴിയെ പ്രകാശിപ്പിക്കും. നവീകരണം, കഠിനാധ്വാനം, ഐക്യം എന്നിവ വരും വർഷങ്ങളിൽ BSNLനെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കും. ഒരു ശോഭനമായ ഭാവി കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.